ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ സ്ഥാപനത്തിന് ഗായത്രി എന്നുള്ള പേര് തന്നെ ഇടാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോഴേ നമ്മൾ ആ പേര് സെലക്ട് ചെയ്തപ്പം നമ്മുടെ മനസ്സിനകത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു. ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഈ പേര് നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകളും അത്രയും സത്യസന്ധമായിട്ടും നല്ല രീതിയിലും ആയിരിക്കണം. ഒരിക്കൽ പോലും ഈ പേരിന് കളങ്കം വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഇതിൽ ചെയ്യത്തില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പേരവിടെ ചെയ്തതും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ സ്ഥാപനം തുടങ്ങിയത്. ആ തുടങ്ങിയ അന്നു തൊട്ട് ഇന്ന് വരെ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റുകളും സംഭവിക്കാൻ നമ്മൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു രീതിയിലുമുള്ള യാതൊരു വിധമായ ആൾട്രേഷൻ നടത്താനും ഞങ്ങൾ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നും ഞങ്ങളുടെ സ്ഥാപനം നിലനിൽക്കുന്നു. ആദ്യ കാലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് തുടങ്ങിയ ആൾക്കാർ ഇന്നും അതേ രീതിയിൽ നിലനിന്ന് പോകുന്നു. പുതിയ പുതിയ ആൾക്കാർ വരുന്നു. പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ അറിയപ്പെടാൻ തുടങ്ങി. പലരും ഇന്ന് കൊല്ലം ജില്ലയിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സംരംഭകയായി മാറാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പൊ ആ ഒരു സംരംഭം ഇന്ന് എന്നെ അറിയപ്പെടുന്നത് അനിത എന്നുള്ള എൻ്റെ പേരിലല്ല, എന്നെ ഗായത്രി ചേച്ചി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗായത്രി എന്നാണ് വിളിക്കുന്നത്. ആ വിളി കേൾക്കുമ്പം എന്തോ ഒരു വല്ലാത്ത ഒരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അപ്പൊ അതങ്ങനെ നമ്മൾ സ്ഥാപനം മുന്നോട്ട് പോയി. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവിടെ അടുത്ത് ഒരു 2-2.5 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമാണ് കരിപ്ര. കരിപ്ര എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. അവിടെ ലൈവ് വെളിച്ചെണ്ണ, ചക്ക് വെച്ച് ലൈവ് വെളിച്ചെണ്ണയും ബാക്കി നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മളവിടെ സെയിൽസും ആരംഭിച്ചു. നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ മുളക് പൊടിയിൽ തന്നെ 4 വെറൈറ്റി: സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിരിയൻ, KDL, അങ്ങനെ പല രീതിയിൽ അങ്ങനെ ഏകദേശം ഒരു 40ഓളം പ്രോഡക്റ്റുകൾ നമുക്കിന്നുണ്ട്. തുടക്കത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ. പിന്നീട് ഓരോരുത്തരും വന്ന് അവരവരുടെ ആവശ്യകതകൾ പറയുന്നതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയപ്പോഴേക്കും നമ്മൾക്കൊരു 40ഓളം പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഇന്ന് നിലവിൽ 42 പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്. അത് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നു. ഓക്കെ, ബൈ.